സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഷുഗർ ഫ്രീ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പ്രഭാത ഭക്ഷണം ഓട്സും റവയും ബീട്രൂട്ടും ചേർത്ത ഒരു പ്രോട്ടീൻ ദോശയാണ്. അപ്പോൾ റവ വളരെ കുറച്ച് മാത്രമേ എടുക്കണ്ടൂ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഓട്സ്, അത് സാധാരണ ഓട്സോ റോൾഡ് ഓട്സോ ഏത് നമ്മൾക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഓട്സ് നന്നായിട്ട് വറുത്തെടുക്കുക. ചെറിയ ഫ്ലെയിം മാത്രമേ ആവശ്യമുള്ളൂ. നന്നായിട്ട് ഈ ഓട്സ് വറുത്തെടുക്കുക. ആവശ്യത്തിനെടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ആളുണ്ടോ വീട്ടിൽ അത്രയും എടുക്കാം. വറുത്തെടുത്ത ഈ ഓട്സിലേക്ക് ഒരു അര കപ്പ് റവ ചേർക്കുക. ആ റവ ചേർത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് പൊടിച്ചെടുക്കുക. മുറിച്ച് വെച്ച ബീട്രൂട്ട്, അതേപോലെ തന്നെ ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ജീരകം എന്നിവ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അത് നന്നായി അരച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ആ ബീട്രൂട്ട് അരവ് റെഡിയായിട്ടുണ്ട്. നല്ല ചുവന്ന നിറമാണ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ബീട്രൂട്ട് ആ അരവ് ഇവിടെ തയ്യാറാക്കി വെച്ച പൊടിച്ചെടുത്ത ഓട്സും റവയിലേക്കും ചേർക്കുക. നിർബന്ധമായും ഇതിൽ മുരിങ്ങയില ചേർക്കണം. നമുക്ക് രാവിലെ തന്നെ മുരിങ്ങയില ലഭ്യമല്ലാത്തത് കൊണ്ടാണ് മുരിങ്ങയില ചേർക്കാത്തത്. നിങ്ങളിത് പരീക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ മുരിങ്ങയിലയും അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഓട്സ് ബീട്രൂട്ട് ദോശക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതിലേക്ക് അല്പം കായവും ചേർത്ത് നമ്മൾക്കിത് ദോശക്കല്ലിലോ നോൺ സ്റ്റിക്കിലോ വെച്ച് ചുട്ടെടുക്കാവുന്നതാണ്. പ്രോട്ടീൻ ദോശക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നോൺ സ്റ്റിക്കിൽ വെച്ചോ അല്ലെങ്കിൽ ദോശക്കല്ലിൽ വെച്ചോ ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്കിൽ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആദ്യം എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല. അതിനുശേഷം അതിന് മുകളിലേക്ക് അല്പം തേങ്ങ വിതറി കൊടുക്കുക. ഇവിടെ പ്രോട്ടീൻ ദോശ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിന് മുകളിലേക്ക് അല്പം എണ്ണ പുരട്ടി കൊടുക്കുക. അത് തിരിച്ചിടുക ദോശ. ഇപ്പോൾ പ്രോട്ടീൻ ദോശ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമ്മളെടുത്തൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇത് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റുണ്ട്. വളരെയധികം ടേസ്റ്റുണ്ട്. നല്ല മൃദുവാണ്. നിങ്ങളും വീടുകളിൽ തന്നെ തയ്യാറാക്കി നോക്കൂ. ഗുഡ് മോർണിംഗ്.